എന്താണ് തുളസി തീർത്ഥം? ദേവനഭിഷേകം ചെയ്ത ജലം തീർത്ഥമായി സ്വീകരിക്കുന്നത് പോലെ തുളസിച്ചെടിക്ക് അഭിഷേകം ചെയ്ത ജലം തീർത്ഥമായി സ്വീകരിക്കുന്നു. 2-4 തുളസി ദളം ജലത്തിലിട്ട് മന്ത്രപൂരിതമാക്കി അത് തീർത്ഥമായി സേവിക്കുന്നു. സാധാരണ ജനങ്ങൾ ഭക്തിയോടുകൂടി തുളസീദളങ്ങൾ ഇട്ട് നാമം ജപിച്ച് അത് തീർത്ഥമായി സേവിക്കുന്നു. ക്ഷേത്രത്തിലെ ബിംബസ്പർശിയായ തീർത്ഥം പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ് തുളസി തീർത്ഥം. ഏകാദശാദി വ്രതാനുഷ്ഠാന കാലത്ത് പ്രാതസ്നാനം കഴിഞ്ഞ് തുളസി തീർത്ഥം സേവിക്കുന്നു. തീർത്ഥസേവനം ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധമാക്കുന്നു. മരണാസന്നരായി കിടക്കുന്നവർക്ക് പാപമോചനത്തിനായി തുളസി തീർത്ഥം അല്പം കൊടുക്കുന്നു. കാശി തീർത്ഥം അഥവാ ഗംഗാജലത്തിനോടൊപ്പം തന്നെ പാവനവും പാപമോചനവുമാണ് തുളസി തീർത്ഥം. അതായത് ഗംഗാജലം പോലെ തുളസി തീർത്ഥവും പരിശുദ്ധമാണെന്നർത്ഥം. ഏകാദശി വ്രതത്തിന് പഴമക്കാർ തുളസി തീർത്ഥമാണ് സേവിക്കാറുള്ളത്. അത് ഗ്രഹത്തിൽ തുളസിത്തറയുടെ സമീപം നിന്നാണ് നിർമ്മിക്കുന്നത്. ഈ തീർത്ഥം സേവിച്ച് തുളസീദളങ്ങൾ തിന്നുന്നതും നല്ലതാണ്. തുളസിത്തറയ്ക്ക് വലം വെച്ച് സ്തുതിക്കുന്നതും മന്ത്രം ജപിക്കുന്നതും പുണ്യമാണ്. അത് സുകൃതം ചെയ്തവർക്ക് സാധിക്കൂ.